എറണാകുളം മുനമ്പത്തെ വിവാദ ഭൂമി പ്രശ്നത്തിൽ UDF-ൽ ഭിന്നത. പ്രതിപക്ഷ നേതാവ് VD സതീശന് എറണാകുളം മുനമ്പത്തെ വിവാദ ഭൂമി പ്രശ്നത്തിൽ എന്ത് നിലപാടാണോ ഉള്ളത് ആ നിലപാടിനെ തള്ളിയിരിക്കുന്നു UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് ET മുഹമ്മദ് ബഷീർ. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് ലീഗ് നേതാവ് KT ജലീൽ ബഷീറിന് പുറമെ ET മുഹമ്മദ് ബഷീറും പറഞ്ഞിരിക്കുന്നു. ഈ നിലപാടിലേക്ക് കൂടുതൽ മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിയതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായിരിക്കുന്നു. ലീഗിലെ ആഭ്യന്തര തർക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ അഭിപ്രായ പ്രകടനങ്ങൾ എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. സംഘപരിവാറിന് ആയുധം നൽകുന്നതാണ് ഇത്തരം നിലപാടുകളെന്ന വിലയിരുത്തലും ഒപ്പമുണ്ട്. വഖഫ് ഭൂമിയാണെന്ന് തുറന്നടിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയാണ് ആദ്യം രംഗത്തെത്തിയത്. ഷാജിയെ പിന്തുണച്ച് മുതിർന്ന നേതാവ് ET മുഹമ്മദ് ബഷീറും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? അതിനെപ്പറ്റി ആദ്യമായിട്ട് ഞാൻ പ്രതികരിക്കുകയാണ്. ഇത് വഖഫ് ഭൂമി തന്നെയാണ്. അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള വാദം തെറ്റാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇത് എല്ലാറ്റിനും രേഖയുണ്ട്. 1950 ഫാറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സിറാജ് സേഠ് എന്ന വ്യക്തി വഖഫ് ചെയ്തത് രേഖകളെല്ലാം കൊണ്ട് റെഡിയാണ്. മാത്രമല്ല റവന്യൂ രേഖകൾ പരിശോധിച്ചാൽ യാതൊരു സംശയമില്ലാത്ത വിധത്തിൽ ഞാൻ ഈ പറഞ്ഞ വ്യക്തി വഖഫ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല മുൻ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയോഗിച്ചിട്ട നിസാർ കമ്മിറ്റി ആ നേതൃത്വം ആ കമ്മിറ്റിയിൽ കൃത്യമായി ഇത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഇതോടെ ലീഗിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നുള്ള പ്രചരണം ശക്തമായി. തുടർന്ന് പാണക്കാട് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മുനമ്പം വഖഫ് ഭൂമിയാണെന്ന വാദം ശരിവച്ചു. സമുദായ സംഘടനകളുടെ സമ്മർദ്ദമാണ് ലീഗിന്റെ നിലപാടിൽ മാറ്റം വരാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വാദം ഉന്നയിക്കാതെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തിവന്നത്. ക്രിസ്ത്യൻ സമുദായ നേതാക്കളുമായി സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് പ്രമുഖ നേതാക്കൾ തന്നെ പരസ്യമായി നിലപാടെടുത്തതോടെ ഇരുവരും പ്രതിസന്ധിയിലായി. അതേസമയം എല്ലാവരുമായി ആലോചിച്ചാണ് മുനമ്പം വിഷയത്തിൽ നിലപാടെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സംഘപരിവാറിന്റെ കെണിയിൽ വീഴരുതെന്നും VD സതീശൻ ഓർമ്മിപ്പിക്കുന്നു. അല്ല, അത് ശ്രീ PK കുഞ്ഞാലി സാഹിബ് മറുപടി പറഞ്ഞില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത്. സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലി സാഹിബും അടക്കമുള്ള എല്ലാവരും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു. മുസ്ലിം സംഘടനകൾ പരസ്പരം പങ്കാളികളായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സംഘപരിവാറിൻ്റെ ശ്രമം, അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്ക് അത് പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത്. അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരാൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടി എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ കാണുകയും അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുമായി അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു. മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് സാധ്യതയ്ക്ക് ഇതോടെ മങ്ങലേറ്റിരിക്കുകയാണ്. സമരവേദിയിലെ നിത്യസന്ദർശകരായ BJP നേതാക്കൾക്ക് കൂടുതൽ ഊർജം പകരുന്നതുകൂടിയായി UDF-ലെ അഭിപ്രായ ഭിന്നത. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.